അതിലെ മന്ത്രിയായിരുന്ന തോമസ് ഐസക് മിനിഞ്ഞാന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ എന്താണ്? VS മരിച്ചതും പാർട്ടിക്ക് ഗുണമായി മാറിയെന്ന്. ഒരു ചോദ്യത്തിന് തോമസ് ഐസക്കിന്റെ മറുപടി ഞാൻ കേട്ടത് VSന്റെ മരണവും പാർട്ടിക്ക് ഗുണമായി മാറി. എന്താണ് ഇവരുടെ കാഴ്ചപ്പാട്? പിണറായി വിജയൻ ഇതിനകത്തിരിക്കാനല്ല, താങ്കൾക്ക് പറ്റിയത് ശൗര്യം ചെയ്യാൻ പോകുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോലീസ് സംവിധാനത്തിൽ ഈ സിസ്റ്റം ഫെയിലിയർ. ഞാൻ ചോദിക്കട്ടെ, ഹൈ സെക്യൂരിറ്റി ജയിലിനകത്തുനിന്ന് അവിടുത്തെ ജയിലിന്റെ നമ്മൾ മാധ്യമങ്ങൾ വഴി കാണുന്നതാണെങ്കിൽ ജയിലിന്റെ കമ്പി മുറിച്ചുകൊണ്ട് പുറത്തിറങ്ങി മതില് ചാടി പോയി ക്ലോസ് സെക്യൂരിറ്റി TV സംവിധാനമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. ഹൈ സെക്യൂരിറ്റിയാണ്, സാധാരണ തടവുകാരെ ഇടുന്നതല്ല. കൊല്ലത്തിന്റെ ചുമതലയുള്ള ഒരു മന്ത്രിയുണ്ട്, ചിഞ്ചു റാണി എന്ന് പറഞ്ഞുകൊണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും സ്ഥലത്തില്ലായിരുന്നു. പക്ഷേ നമ്മളൊക്കെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന നിലയിലേക്ക് അവർ ആദ്യം പ്രതികരിച്ചത് ആ കുഞ്ഞ് വലിഞ്ഞു കയറിയത് കൊണ്ടല്ലേ ഈ മരണം സംഭവിച്ചെന്ന്. രണ്ടാമത് നമ്മൾ കാണുന്നത് അവര് നൃത്തം ചെയ്യുന്നു, സുംബ ഡാൻസ് എന്ന് പറഞ്ഞ്. എന്ത് സുംബ? കുറെ അമ്മായിമാര് കിടന്ന് തുള്ളുന്നതാണോ സുംബ എന്ന് പറയുന്നത്? വളരെ രസകരമാണ്. VS 2006-2011 കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അതിലെ മന്ത്രിയായിരുന്ന തോമസ് ഐസക് മിനിഞ്ഞാന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ എന്താണ്? VS മരിച്ചതും പാർട്ടിക്ക് ഗുണമായി മാറിയെന്ന്. ഒരു ചോദ്യത്തിന് തോമസ് ഐസക്കിന്റെ മറുപടി ഞാൻ കേട്ടത് VSന്റെ മരണവും പാർട്ടിക്ക് ഗുണമായി മാറി. എന്താണ് ഇവരുടെ കാഴ്ചപ്പാട്? ഞാൻ ഓർക്കുന്നു, 2006-2011 കാലഘട്ടത്തിൽ VS ഭരിച്ചിരുന്നപ്പോൾ VS ഗവൺമെന്റിനെതിരെ പല ആക്ഷേപങ്ങളുണ്ടായി. VSന്റെ മകന്റെ ഈ വിദേശ യാത്ര അടക്കം അന്ന് ചർച്ച ചെയ്തു, മാധ്യമങ്ങൾ ചർച്ച ചെയ്തു, സമൂഹം ചർച്ച ചെയ്തു. പക്ഷെ മാധ്യമ പ്രവർത്തകരെന്ന് ഓർത്തു നോക്കുക, ആരാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്തയെല്ലാം ചോർത്തി കൊടുത്തത് എന്നൊന്ന് ഓർത്തു നോക്കുക. പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് ചോർത്തി തന്നത് ആരാണെന്ന് ഓർത്തു നോക്കുക. അതെല്ലാം അന്ന് AKG സെന്ററുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിന്നവർ തന്നെയല്ലായിരുന്നോ VSനെതിരെ ഈ പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും സ്വാഭാവികമായി പാർട്ടിയോടടുത്ത് നിന്ന, അല്ലെങ്കിൽ ഈ ആക്രമണം നേരിടേണ്ടി വന്ന VSനോടൊപ്പം നിന്നവർ പാർട്ടിയുടെ നേതൃത്വത്തിൽ, അത് കളമശ്ശേരി ഭൂമി ഇടപാടാണെങ്കിലും മറ്റു കാര്യങ്ങൾ നടന്നപ്പോൾ അതും മാധ്യമങ്ങൾക്ക് കൊടുത്തത് ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇന്ന് VSനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ VSന് കേരളീയ സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്, ഒരു തർക്കവുമില്ല. പക്ഷെ അത് പിണറായി വിജയൻ എന്ന ഈ ഏകാധിപതിയുടെ പ്രവർത്തനത്തിൽ മനംനൊന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ആശയം ഈ കേരളത്തിൽ അവസാനിക്കുന്നു എന്ന ആശങ്കയോടുകൂടി ഭയത്തോടും നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഭരണം എന്താണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് മാധ്യമങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്നത് രാവിലെ മുതൽ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടമാണ്. പിടിച്ചു, 10 മണിയായപ്പോൾ പിടിച്ചു. ഞാനും ചോദിക്കട്ടെ, വീണ്ടും പറയും സിസ്റ്റം ഫെയിലിയർ എന്ന് പറയും. പക്ഷെ രാവിലെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിണറായി വിജയൻ ഇതിനകത്തിരിക്കാനല്ല, താങ്കൾക്ക് പറ്റിയത് ശൗര്യം ചെയ്യാൻ പോകുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോലീസ് സംവിധാനത്തിൽ ഈ സിസ്റ്റം ഫെയിലിയർ. ഞാൻ ചോദിക്കട്ടെ, ഹൈ സെക്യൂരിറ്റി ജയിലിനകത്തുനിന്ന് അവിടുത്തെ ജയിലിന്റെ നമ്മൾ മാധ്യമങ്ങൾ വഴി കാണുന്നതാണെങ്കിൽ ജയിലിന്റെ കമ്പി മുറിച്ചുകൊണ്ട് പുറത്തിറങ്ങി മതില് ചാടി പോയി ക്ലോസ് സെക്യൂരിറ്റി TV സംവിധാനമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. ഹൈ സെക്യൂരിറ്റിയാണ്, സാധാരണ തടവുകാരെ ഇടുന്നതല്ല. കൊടും കുറ്റവാളികളെ ഇടുന്ന ഹൈ സെക്യൂരിറ്റി ജയിലിനകത്തുനിന്ന് ഒരു നിഷ്പ്രയാസം ഒരാൾ ചാടുന്നു. സാധാരണ ജയിലിൽ കിടക്കുന്നവര് ജയിലിലെ വസ്ത്രമല്ലേ ഇടുന്നത്? ഗോവിന്ദസ്വാമി ഫാഷൻ പരേഡിന് പോകുന്നത് പോലെ കറുത്ത പാന്റും കറുത്ത ഷർട്ട് വിട്ടോണ്ടാണ് ചാടിയത് എന്ന് പറയുമ്പോൾ ആരാണ് ഗോവിന്ദസ്വാമിക്ക് ഇത് അതിനകത്ത് കൊണ്ട് കൊടുത്തത്? ഇതിനേക്കാൾ ഒരു പരാജയം ഒരു ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വീഴാണ്ട് കുറെ ദിവസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയുടെ വിഷയങ്ങൾ പറഞ്ഞു. കൂട്ടപ്പലായനം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയുടെ യഥാർത്ഥ അവസ്ഥ തെളിയിക്കുന്നതായിരുന്നു മൈനാപ്പള്ളിയിൽ ദേവലക്കര ബോയ്സ് സ്കൂളിൽ ആ മിഥുൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ ഇടയായത് നമ്മൾ കണ്ടതാണ്. എത്ര നിസ്സംഗതയോടുകൂടിയാണ് അതിനെ സമീപിച്ചത്. അതിനു മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ഞാൻ ചോദിച്ചിട്ട്, ഈ രണ്ട് കാര്യങ്ങളും ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലായിരുന്നെങ്കിൽ, ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ബിന്ദു മരണപ്പെട്ടതെങ്കിൽ, സമാനമായി കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെട്ടതെങ്കിൽ, ഒരു സ്വകാര്യ സ്കൂളിൽ വെച്ചായിരുന്നു മിഥുൻ മരണപ്പെട്ടതെങ്കിൽ എന്നേ അവരകത്തായനെ, അതിന്റെ മാനേജ്മെന്റ് എന്നേ അകത്തായനെ.
ഇപ്പോൾ കേസെടുത്തു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് നിങ്ങൾ കേസെടുത്തെങ്കിൽ ആ സ്കൂൾ മാനേജറും ആ ആശുപത്രിയുടെ സൂപ്രണ്ടും എന്തുകൊണ്ട് ഇറങ്ങി നടക്കുന്നു? അന്നേരം ഇതെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ള നിലപാടുകൾ മാത്രമാണ്. ഇവിടെ ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടത് എത്ര നിസ്സംഗതയോടുകൂടിയാണ് ഭരണ സംവിധാനം ഇതിനെയൊക്കെ സമീപിക്കുന്നത്. നമുക്കറിയാം, കുറെ കാലമായി മാൻ ആനിമൽ കോൺഫ്ലിക്ട്. ഇന്നലെയും ഇന്നും വാർത്ത വരുന്നു, 1 മാസമായി ഒരു ആന വന്ന് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിൽക്കുന്നു, സുഖമായിട്ട് അത് അവിടെ നിൽക്കുന്നു, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എത്രയോ ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. വളരെ നിസ്സംഗതയോടുകൂടി വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ ചോദിച്ചത്, ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തുകൊണ്ടാണോ ആനയും കടുവയും വരുന്നെന്നാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നേരം ആ നിസ്സംഗത അതിൽ തുടങ്ങി. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജുകളുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ അദ്ദേഹം പുറത്തു പറഞ്ഞപ്പോൾ വീണ പറഞ്ഞു സിസ്റ്റം ഫെയിലിയറാണ്. കോട്ടയത്ത് ഈ മെഡിക്കൽ കോളേജിൽ ഈ ദുരന്തമുണ്ടായ ദിവസം പിണറായി വിജയൻ കോട്ടയത്തുണ്ട്. ഒരു സാമാന്യ മര്യാദ, ജനാധിപത്യം അനുശാസിക്കുന്ന സാമാന്യ മര്യാദ ആ ആശുപത്രി വന്നൊന്ന് ചെല്ലണ്ടായോ? ഒരു മുഖ്യമന്ത്രി ചെല്ലുന്നത് കൊടുക്കുന്ന സന്ദേശം എത്ര വലുതാണ്. കൊല്ലത്ത് ഈ അപകടമുണ്ടായ ദിവസം അന്ന് റിയാസ് കൊല്ലത്തുണ്ട്, ബാലഗോപാൽ കൊല്ലത്തുണ്ട്. അവരാരും അങ്ങോട്ടൊന്ന് പോയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെട്ട പിണറായി വിജയന്റെ മാതൃക തന്നെ ബാക്കി മന്ത്രിമാരും പിന്തുടരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ആ മാനുഷിക മുഖം നഷ്ടപ്പെട്ടത്. കൊല്ലത്തിന്റെ ചുമതലയുള്ള ഒരു മന്ത്രിയുണ്ട്, ചിഞ്ചു റാണി എന്ന് പറഞ്ഞുകൊണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും സ്ഥലത്തില്ലായിരുന്നു. പക്ഷേ നമ്മളൊക്കെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന നിലയിലേക്ക് അവർ ആദ്യം പ്രതികരിച്ചത് ആ കുഞ്ഞ് വലിഞ്ഞു കയറിയത് കൊണ്ടല്ലേ ഈ മരണം സംഭവിച്ചെന്ന്. രണ്ടാമത് നമ്മൾ കാണുന്നത് അവര് നൃത്തം ചെയ്യുന്നു, സുംബ ഡാൻസ് എന്ന് പറഞ്ഞ്. എന്ത് സുംബ? കുറെ അമ്മായിമാര് കിടന്ന് തുള്ളുന്നതാണോ സുംബ എന്ന് പറയുന്നത്? അത് മാത്രമല്ല, ഒരു വിചിത്രമായ ഒരു കാഴ്ചപ്പാട്. മയക്കുമരുന്നിനെതിരെയുള്ള വിഷയമായതുകൊണ്ടാണ് ഞങ്ങൾ തുള്ളിയത്, ഞങ്ങൾ ഡാൻസ് ചെയ്തത്. എനിക്ക് തോന്നിയത് പണ്ട് പേട്ട തുള്ളൽ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഈ വെളിച്ചപ്പാട് തുള്ളുന്ന പോലെയുള്ള തുള്ളലാ കണ്ട. അങ്ങനെ തുള്ളിക്കഴിഞ്ഞാൽ കേരളത്തിലെ മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയുമെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ കാഴ്ചപ്പാട്. പക്ഷേ എത്രത്തോളം നിസ്സംഗതയോടുകൂടി ഈ വിഷയങ്ങളെ സമീപിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കിരാത വാഴ്ചയുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ഒരു ധിക്കാര മനോഭാവമാണ്. അതുകൊണ്ട് സാധാരണക്കാരൻ മരിച്ചാൽ അവന് പോയി. പിന്നെ ഏറ്റവും അപകടകരമായ ഒരു സംഗതിയുടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, അവിടെ മാനുഷിക മുഖം എന്നുള്ള നിലയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ കുടുംബത്തിന് സഹായം എത്തിക്കുക. അത് പിണറായി വിജയനൊന്നുമല്ല, ആ അനുകമ്പയുടെ പ്രവർത്തിച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തും, ഒരു തർക്കവുമില്ല. പക്ഷെ ഇന്നിപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൈക്കൂലി കൊടുക്കുന്നതിന് സമാനമായ നിലയിലേക്ക് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുതലാക്കാനുള്ള ശ്രമമുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അത് ബിന്ദുവിന്റെ വീട് ചെന്നപ്പോൾ അതിന്റെ അതിദയനീയ സ്ഥിതി നമ്മൾ കണ്ടതാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാന ജില്ലയാണ് കോട്ടയം എന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെയാണ് ബിന്ദുവിനെ പോലുള്ളവർ ജീവിക്കേണ്ടി വരുന്നത്.